Hello friends, welcome to a new episode of Flywheel. ഇന്നിപ്പോൾ യങ് എൻ്റർപ്രണേഴ്സും യങ് ബിസിനസ്സുകാരും അങ്ങനെ ഒരു ചെറുപ്പക്കാരായ പണക്കാർ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ടാണ് ഓട്ടോമൊബൈൽ കമ്പനീസ് ക്രോസ് ഓവർ എന്ന വേരിയൻസുമായി വന്നിട്ടുള്ളത്. അത്തരത്തിൽ വന്നൊരു ക്രോസ് ഓവർ വേരിയൻ്റാണ് ഫോഡോർ കൂപ്പെ. ഫോഡോർ കൂപ്പെ ആദ്യം കൊണ്ടുവന്ന മെർസിഡീസ് ബെൻസിൻ്റെ CLS എന്ന മോഡലായിരുന്നു. പക്ഷേ ഒരുപാട് ബ്രാൻഡ്സ് അതിനേക്കാളും ബെറ്റർ ആയിട്ടോ അല്ലെങ്കിൽ അതിലേറെ പുതുമകളോട് കൂടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ വന്നിട്ടുള്ള ഒരു ഫോഡോർ കൂപ്പയാണ് Audi A7. Audi A7 സ്പോർട്ട് ബാക്ക് എന്ന മോഡലിനാണ് ഇന്ന് ഞങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത്. സോ സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ് ദ ഡ്രൈവ് ഓഫ് A7 സ്പോർട്ട് ബാക്ക്. ഇറങ്ങിയ Audi 100 ബേസ് ചെയ്തിട്ടാണ് സ്പോർട്ട് ബാക്ക് എന്ന കോൺസെപ്റ്റ് ആദ്യം Audi റിവീൽ ചെയ്തത്. 2009 ആ കോൺസെപ്റ്റ് വന്നത്. ഇന്ന് നമ്മൾ ഓട്ടോ എക്സ്പോ 2010 ആ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്തിട്ടാണ് A7 എന്ന മോഡൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. എന്നാൽ കുറച്ചൊരു ഡിഫറൻസിയേഷൻ കൊടുത്തിട്ടാണ് A7 പ്രൊഡക്ഷൻ വേരിയന്റ് വന്നത്. A7 സ്പോർട്ട് ബാക്ക് എന്ന കോൺസെപ്റ്റിൽ ഉണ്ടായിരുന്നത് കുറെ കൂടി ഒരു ഇപ്പോഴത്തെ A6 വന്നിട്ടുള്ള ടൈപ്പ് ഹെഡ്ലൈറ്റ് ആയിരുന്നു. അത് ചേഞ്ച് ചെയ്തിട്ട് ടിപ്പിക്കൽ ഓഡീസ് ലൈക്ക് ഹെഡ്ലൈറ്റും ഫ്രൈസിയസും കൂടിയിട്ടാണ് A7 വന്നിട്ടുള്ളത്. ആ ഒരു ഡിഫറൻസേ ഉള്ളൂ കോൺസെപ്റ്റ് ആയിട്ട് ഫ്രണ്ടിൽ വന്ന്. ബട്ട് ഫ്രണ്ട് ആസ് യു നോ ഓഡിന്റെ അതേപോലെ തനതായ ഒരു ആ ബുൾഗാൻ ഗ്രില്ലെല്ലാം നിലനിർത്തിയത് പ്യുവർ ഓഡി ലുക്കാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഹെഡ്ലൈറ്റ് ആവട്ടെ എല്ലാം തന്നെ അങ്ങനെ തന്നെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്നുള്ളത് ഫുൾ LED ഹെഡ്ലൈറ്റ്സ് ആണ്. അതാണ് ഇതിൽ വന്നിട്ടുള്ളത്. ബട്ട് എവറിത്തിങ് ഈസ് ലൈക്ക് വെരി മച്ച് ഓഡി. ഒരു ഡിഫറൻസിയേഷൻ ഇല്ലാതെ ഓഡിയുടെ തനതായ ഒരു ഐഡന്റിറ്റി കീപ്പ് ചെയ്തിട്ടാണ് ഇതിന്റെ ഫ്രണ്ട് വന്നിട്ടുള്ളത്. ഇന്നിപ്പോൾ എല്ലാ ഓഡിയും തന്നെ ഒരു കൂപ്പേ ലൈക്ക് റൂഫ് ലൈനോട് കൂടിയാണ് വരുന്നത്. അതുകൊണ്ട് ഒരു സ്പോർട്ടി ഫീലാണ് ഓഡിയിൽ ലഭിക്കുന്നത്. ബട്ട് ഓഡിയുടെ ഏറ്റവും വലിയ ഭംഗി എന്ന് പറയുന്നത് ബാലൻസ് ചെയ്തിട്ടുള്ള ഡിസൈനാണ്. അത് തന്നെ A7 ഫോളോ ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിൾ ലൈൻസ് എല്ലാം തന്നെ അതിൽ വന്നിട്ടുള്ളത്. പക്ഷെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. ഇതിൽ ഏറ്റവും വലിയ അട്രാക്ഷൻ ആയി നിൽക്കുന്ന സൈഡിൽ ഇതിന്റെ സൈഡ് മിറേഴ്സ് ആണ്. കുറച്ച് പോപ്പപ്പ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള സൈഡ് മിറേഴ്സ് ആണ്. പിന്നെ കുറച്ചൊരു തടിച്ചിട്ടുള്ള ഒരു ഷോൾഡർ ലൈനും കൂടി വന്നുകൊണ്ട് കുറച്ചൊരു കൂപ്പേ ലൈക്ക് ഫീൽ അല്ലെങ്കിൽ സ്പോർട്ട് ലൈക്ക് ഫീൽ ആണ് ഇതിൽ ലഭിക്കുന്നത്. പിന്നെ റൂഫ് ലൈൻ ആസ് യൂഷ്വൽ എല്ലാ ഓഡിയിലുള്ള പോലെ തന്നെ റൗണ്ട് ആയിട്ട് വന്നിട്ടുണ്ട്. ബട്ട് ബാക്കിലേക്ക് കുറെ കൂടി സ്ലാൻഡ് ആയിട്ട് കുറെ കൂടി ചെറുതായിട്ടുള്ള റൂഫ് ലൈനാണ് വന്നത്. അതാണ് ഇതിന്റെ ഒരു മെയിൻ ഡിഫറൻസും അട്രാക്ഷനും. കാരണം ഒരു സ്പോർട്ട് കൂപ്പേ അല്ലെങ്കിൽ ഫോഡോ കൂപ്പയ്ക്ക് അനുയോജ്യമായ രീതിയിൽ വരുന്ന ഒരു പാർട്ട് അതാണ്. പിന്നെ ഒരു അട്രാക്ഷൻ ഉള്ള ബാക്കിലേക്ക് വരുന്ന ഒരു ഹിപ്പ് ടൈപ്പ് ഫീലാണ്. സാധാരണ നമ്മൾ പോർഷയിലെല്ലാം കണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ ഓസ്റ്റൺ മാർട്ടിലെല്ലാം കണ്ടുവന്നിട്ടുള്ള ടൈപ്പ് ഒരു ഹിപ്പ് അത് ഇതിൽ കൊടുത്തതുകൊണ്ട് കുറച്ചുകൂടി ഒരു ബാക്കിലേക്ക് എത്തുമ്പോൾ കുറേ കൂടി ഡിഫറെൻ്റ് ആയിട്ട് മറ്റുള്ള ഓഡിയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ദീസ് ആർ ദ മെയിൻ എലമെന്റ്സ് ഇൻ ദ സൈഡ് പ്രൊഫൈൽ. എവറിത്തിങ് അതർവൈസ് ഇറ്റ് ഇസ് വെരി ക്ലീൻ ആൻഡ് നീറ്റ്. റിയർ പാർട്ടിലാണ് സാധാരണ ഓഡിയിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻ A7 വന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പഴയൊരു മോഡലിനെ റിസംബിൾ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അത് തന്നെയാണ് എനിക്കിതിലൊരു അട്രാക്ഷൻ കുറഞ്ഞിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം ഒരു പുതുമയുള്ള ഒരു ഡിസൈൻ ആണെങ്കിലും അതിൻ്റെ ഒരു അട്രാക്ഷൻ കുറച്ച് എനിക്കൊരു പഴമയുള്ള രീതിയിലാണ് തോന്നുന്നത്. ഒരു അട്രാക്ഷൻ കുറഞ്ഞ രീതിയിലാണ് തോന്നുന്നത്. അതല്ലാതെ ബാക്കിയെല്ലാം വളരെ അട്രാക്റ്റീവ് ആയി നിൽക്കുന്നുണ്ട്. അതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കട്ടിംഗ് ആണ് സൈഡിൽ കൊടുത്തത്. കുറച്ചൊരു ഡൾ ലൈക്ക് ഫീൽ കിട്ടുന്ന കട്ടിങ്. പിന്നെ വന്നിരിക്കുന്നത് ഒരു ടെയിൽ ലൈറ്റെല്ലാം കുറെ ഇപ്പോഴുള്ള മോഡലിന് സിമിലർ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതൊരു ഡിഫറെന്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു നോച്ച് ബാക്ക് ആയിട്ടുള്ള ഒരു റിയർ പോർഷനാണ് ഇതിൽ വന്നിട്ടുള്ളത്. ബട്ട് Audi ഈസ് കോളിംഗ് ആസ് ആഷ് ബാക്ക്. അതുകൊണ്ട് നമുക്കറിയാൻ പറ്റും ബൂട്ടിന്റെ ഒരു പോർഷന് ഗ്ലാസ് അടക്കം തുടക്കുന്ന രീതിയിലുള്ളത്. പിന്നെ അതിന്റെ മേലെ ഒരു റിയർ സ്പോയിലറും കൊടുത്തു. വിച്ച് കുഡ് ബി ഓപ്പറേറ്റഡ് മാനുവലി ആസ് വെൽ ആസ് ഓട്ടോമാറ്റിക്കലി ഓപ്പറേറ്റ് ആവും 100 കിലോമീറ്ററിന് മേലെ പോകുമ്പോൾ. നമ്മൾ മുമ്പത്തെ സ്പോർട്സ് കാർ SLS കണ്ട പോലെ വന്നിട്ടില്ല. ബാക്കിയെല്ലാം തന്നെ ഓഡിന് സിമിലർ ആയിട്ടുള്ള രീതിയിൽ തന്നെ വന്നിട്ടുള്ളത്. പിന്നെ എക്സോസ് പൈപ്പെല്ലാം എക്സ്പോസ് ആയി നിൽക്കുന്ന റൗണ്ട് ആയിട്ട് വന്നിട്ടുള്ളത്. അതെല്ലാം തന്നെ വെരി മച്ച് ലൈക്ക് ഓഡി. അപ്പൊ ഈ ഒരു ചെറിയ എലമെന്റ്സ് ഒഴികെ ബാക്കിയെല്ലാം തന്നെ ടിപ്പിക്കൽ ഓഡി ആയിട്ട് വന്നിട്ടില്ല. പക്ഷെ റൂഫ് ലൈൻ കണ്ടിന്യൂ ചെയ്ത് വരുന്ന ലൈൻ ആയതുകൊണ്ട് കുറെ കൂടി വലിയൊരു ഗ്ലാസ് ആണ് റിയർ പോർഷനിൽ വരുന്നത്.
A7 സ്റ്റാൻഡേർഡ് ആയിട്ട് ടിപ്പിക്കലി ഓഡി ലൈക്ക് ഡിസൈൻ ആയിട്ടുള്ള ഒരു വീലാണ് വന്നിട്ടുള്ളത്. നമ്മളെ പല ഓഡിയിലും ഇപ്പോൾ A7 A4 A6 എല്ലാത്തിലും നമ്മൾ കണ്ടുവന്നിട്ടുള്ള ഒരു ഡിസൈൻ വീൽ ആണ് ഇതിലുള്ളത്. ഇതിൽ കൊടുത്തിരിക്കുന്ന 18-inch അലോയ്സ് ആണ്. ഇത് ഫിറ്റ് ചെയ്തിരിക്കുന്ന 255/45 ടയേഴ്സും ആണ്. ഫ്രണ്ടിലും ബാക്കിലും ഒരേ സൈസ് തന്നെയാണ് നിലനിർത്തിയിട്ടുള്ളത്.